ആകാരത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. നിന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. വിളിക്കുകയും നിന്റെ വലഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഓർപ്പിക്കണമേ. ജീവന്റെ വലത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ ആഗമനങ്ങളുടെ പാലമേഖല നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന് വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായി വീഴുകയും ദുഷ്ടങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരയുള്ളവർക്കായി ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗ്ഗരാജ്യത്തിലെയും ഞങ്ങളെ സഹോദരിയും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജനസമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് സഹോദരിക്ക് വേണ്ടിയിട്ട് ദൈവം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പദ്ധതിയെ ആശീർവദിക്കുന്നു. ഈ ജനത്താലിനെ ഞങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഹൃത്തുക്കളുടെയും പരിസരങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനുള്ള പാപമോചനത്തിനായി ചന്ദ്രത്തിലുള്ള ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഗുണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ ആകാശത്തെയും ഭൂമിയെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പോവുകയും ചെയ്യുന്നു. അതിന് സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും യാതിക്കത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ജീവനും രാജ്യത്തിൽ വാരവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനുവരമെന്നരുളേണം. ശുദ്ധമാകുന്നു. ആദിപിതാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യ ശരണം നീയല്ലോ. വിശ്വാസിനാകുന്നു. വിരമിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും.
നീതിമാർഗജ്ഞാനം പുലർത്തുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും മധ്യത ഉണരുന്നു ക്ഷയമുള്ളോരക്ഷയനാകും മധ്യതയേഹം സകലേശൻ നിതരാം നൂതനമാക്കുന്നു സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജൻ എഴുന്നള്ളും പരിശുദ്ധന്മാരടിയടിയായി എതിരേൽപ്പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ്ലിയ തെസ്സലോനിക്കയിലെ സ്വവിനീതിയ ലേഖനം. എന്റെ സഹോദരനെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയരാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ പറയുന്നു, മരിച്ചവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവൻ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ്റെ അധികാരവുമായി കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട തിന്മ ചെയ്തവർ വിധിയുടെ യോഗ്യമായി പുറത്തു വരൂ. ചാവച്ചപ്പടിയുടെ വീട്ടുപേര് പുതിയടുത്തുകൊണ്ടിരിക്കുകയാണ്. തലക്കുപാടത്ത് പാലൂരിൽ ഞങ്ങൾ തൊട്ടി അയൽക്കാരായിരുന്നു. അച്ഛാമ്മ എന്നുള്ള പേര് ദിവസത്തെ അവകാശം ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. കാരണം അച്ഛാമ്മയുടെ അപ്പാപ്പൻ ഒതുക്കപ്പോട്ടും അദ്ദേഹത്തിന് കുറേ മക്കളും